ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടത്തുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയത്തിലാണ്. മലങ്കര സഭയുടെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപൊലീത്തയുടെ ജീവിതം നമ്മളിന്ന് പരിചയപ്പെടുന്നു. ഇനി പിതാവിൻ്റെ ജീവിത കാഴ്ചകളിലേക്ക്. ദൈവദാസൻ മാർ ഇവാനിയോസ്. മാവേലിക്കര പണിക്കരു വീട്ടിൽ കുടുംബത്തിൽ 1882 സെപ്റ്റംബർ 2 ഗീവർഗീസ് എന്ന മാർ ഇവാനിയോസ് ഭൂജാതനായി. 1908 സെപ്റ്റംബർ 15 ഗീവർഗീസ് ഷമ്മാശൻ വൈദിക പട്ടം സ്വീകരിച്ചു. 1919 മിശിഹാനുകരണ സന്യാസ സമൂഹം സ്ഥാപിച്ചു. 1925 മെയ് 1 ഫാദർ ഗീവർഗീസ് ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1953 ജൂലൈ 15 ഇവാനിയോസ് തിരുമേനി ഇഹലോകവാസം വെടിഞ്ഞു. 2007 ജൂലൈ 15 ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് ദേവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മൾ പുറത്തു വന്നപ്പോഴേ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ക്യൂറിയ എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്ടോ? എല്ലാം മനസ്സിലായോ? അതായത് സഭയുടെ ആസ്ഥാന കാര്യാലയമാണിത്. സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ഇവാനിയോസ് തിരുമേനി ഏറെ വർഷം ചെലവിട്ട കോമ്പൗണ്ടായത്. പഴയ ബിൽഡിങ്ങൊക്കെ ആയിരുന്നു, ആ ഭാഗത്തായിരുന്നു പിതാവിൻ്റെ മുറി. പിതാവ് ഇവിടെ ഇപ്പോൾ ഇത് റിനോവേഷനൊക്കെ കഴിഞ്ഞ് പുതിയ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സമയം ഇരുന്നാലോ? വാ. ഇപ്പോൾ ഇവിടെ ഈ ലോണിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ എവിടെ ഇരിക്കുന്ന ഒരു ഫീലാണ് ഉള്ളത്? പാർക്കിലിരിക്കുന്ന ഒരു ഫീൽ അല്ലേ? അപ്പോൾ ഒരു കഥ കേൾക്കാനുള്ളൊരു മൂഡൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ബാല്യം പറഞ്ഞു തുടങ്ങാം അല്ലേ? എല്ലാ പ്രാവശ്യവും നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ആ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനങ്ങ് തുടങ്ങുക. മാവേലിക്കരയിലാണ് ഇവാനിയോസ് തിരുമേനി ജനിച്ചത്. അപ്പച്ചൻ്റെ പേര് തോമസ് പണിക്കർ, അമ്മ അന്നമ്മ. 5 മക്കളിൽ മൂത്ത പുത്രനായിരുന്നു. ചെറുപ്പത്തിലേ കണ്ട ഒരു സ്പെഷ്യാലിറ്റി ഭയങ്കര ബോൾഡൻ, ഭയങ്കര ധൈര്യശാലിയായിരുന്നു. ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഗീവർഗീസിന് 8 വയസ്സുള്ളപ്പം അന്നത്തെ മെത്രാനായിരുന്ന പുലിക്കോട്ടിൽ പിതാവ് അവിടെ വന്നു. അവിടെ വന്ന സമയത്ത് ഒരു സന്ധ്യാസമയത്താണ് വന്ന ആളുകളെയൊക്കെ കണ്ടു. ഈ സമയത്ത് പിതാവിന് ഒരാളെ കാണണം, ഒരു ഷമ്മാശനെ കാണണം. ഷമ്മാശൻ്റെ വീട് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പം നല്ല ഇരുട്ടായി തുടങ്ങി, സന്ധ്യയായി, കാറ്റും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ പോയി വിളിക്കാൻ, അപ്പോൾ എനിക്കൊന്ന് കാണാൻ, ആര് പോയി വിളിക്കുമെന്ന് പറഞ്ഞപ്പം മുതിർന്ന ആളുകളെല്ലാവരും ഇങ്ങനെ ഒന്ന് പരിങ്ങി നിന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗീവർഗീസ് വളരെ കൂളായിട്ട് വന്നിട്ട് പറഞ്ഞു, പിതാവേ ഞാൻ പോവാമെന്ന് പറഞ്ഞു. പിതാവ് ഒന്ന് നോക്കി, എടാ ഈ 8 വയസ്സുള്ളൊരു കൊച്ചിങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ട് കൂടെ നിന്നവർക്കറിയാം, ഓ എന്തായാലും വറീച്ചനല്ലേ, വറീച്ചൻ എന്തായാലും പോവും, കാരണം അവിടെ എല്ലാവർക്കും അറിയാം അത്രയും ധൈര്യമുള്ള കുട്ടിയാണ്. ചൂട്ടൊക്കെ കത്തിച്ച് പോയി ഷമ്മാശനെയും കൂട്ടി വന്നു. പിതാവിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നീ വലുതാകുമ്പോൾ അങ്ങ് വന്നേക്ക് സെമിനാരി ചേരാനെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ശരിക്കും ഗീവർഗീസിൻ്റെ അപ്പച്ചനെ അമ്മയും കണ്ടിട്ട് പറഞ്ഞു അവനെ സെമിനാരി ചേർത്തേക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന ആരാ? അപ്പയാണോ അമ്മയാണോ? അമ്മ അല്ലേ? ഇവിടെയും അമ്മയായിരുന്നു. അമ്മ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. അമ്മ എപ്പോഴും പറയും, കുഞ്ഞെ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, നമ്മളെന്ത് ദൈവത്തോട് പറഞ്ഞാലും അത് നടക്കും. അപ്പോൾ ഇത് വളരെ കുഞ്ഞിലേ തൊട്ട് കേട്ട് ഹൃദയത്തിലും മനസ്സിലും പതുങ്ങി കിടക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയെക്കുറിച്ച്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാരണം ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന വഴിക്ക് നേരെ പോവും, ആ പള്ളി കയറി പ്രാർത്ഥിക്കാതെ ഗീവർഗീസ് സ്കൂളിൽ എത്തത്തില്ലായിരുന്നു. മാതാവിനോടുള്ള ഭക്തി അവസാനം വരെ, പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിലായിരിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴൊക്കെ മാതാവിൽ ആശ്രയിച്ച് അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മലങ്കര സഭ ആദ്യം യാക്കോബായ സഭയിലായിരുന്നു. അവിടെ നിന്ന് മാറിയാണ് കത്തോലിക്ക തിരുസഭയിലേക്ക് ചേർന്നത്. അതിൻ്റെ തുടക്കക്കാരൻ ശരിക്കും നമ്മുടെ ഗീവർഗീസ് ഇവാനിയോസ് തിരുമേനിയായിരുന്നു. സെമിനാരി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആളുകളിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ഭയങ്കര നോളജായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠനത്തിന് പിന്നെ കാണുന്നൊരു പ്രത്യേകത, ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് അലസതയില്ല. ഉള്ള സമയം മുഴുവൻ ഏറ്റവും എനർജറ്റിക്കായിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യാവോ അങ്ങനെയായിരുന്നു.
നമ്മൾ ഇവരുടെയൊക്കെ ലൈഫ് ഇങ്ങനെ കേട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ ജീവിക്കുന്ന പോലെ അല്ല, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരണം അല്ലേ. ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ, നല്ല നല്ല വിർച്യൂസ് നമുക്ക് ഫോളോ ചെയ്യാൻ കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനായിരുന്നു. അപ്പം ഇവാനിയോസ് തിരുമേനിയുടെ ഒരു പ്രത്യേകത ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ വിശ്രമം പോലും ഇല്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. എങ്ങനെ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളൊരു ഒരു കണക്കുണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു സമയം, വായന ഒരുപാട് വായിക്കുമായിരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു റിസർച്ച് മൈൻഡഡ് ആയിരുന്നു. കുദാശകളെക്കുറിച്ചൊക്കെ പഠിച്ച് കുദാശയോട് അതുപോലെ ഒരു അർപ്പണം അതിനകത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ അസലായിട്ട് പ്രസംഗിക്കുമായിരുന്നു. അത് തന്നെയല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്ര മനോഹരമായിട്ട് പ്രസംഗിക്കുന്നവരാരും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. വൈദികനായി കഴിഞ്ഞിട്ട് മെത്രാൻ്റെ കൂടെ കൽക്കട്ടയിൽ ഒരു കോൺഫറൻസിന് പങ്കെടുക്കാൻ പോയായിരുന്നു. ഓർത്തഡോക്സ് സഭക്കാർ വിളിച്ചൊരു കോൺഫറൻസ് ആയിരുന്നു. അപ്പം പിതാവ് വിളിച്ചു. കാരണം പിതാവ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഏറ്റവും ഭംഗിയായിട്ടത് ചെയ്യുമായിരുന്നു. ആ ഒരു അച്ഛനിലുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ കോൺഫറൻസിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നവരുടെ പ്രസൻറ്റേഷൻ്റെ സമയമുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞ് ഉണ്ടായ ഒരു അത്ഭുതം ഇതായിരുന്നു. അന്നത്തെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ഹവൽസ്, അദ്ദേഹം ഒരു ഫോറിനറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇവിടെ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യണം, ഞങ്ങൾ നല്ല സാലറി തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗീവർഗീസ് അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും സഭ, ഈ നാട്ടിലുള്ള കുറേ സാധാരണ ജനങ്ങൾ, അവരുടെ പുനരുദ്ധാരണം, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കുറേ സ്വപ്നങ്ങൾ പിതാവിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അന്ന് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിതാവ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും, എന്ത് പറയും. സെയിം ടൈം അതിനെക്കുറിച്ചൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു പ്രൊഫഷണലി ഷൈൻ ചെയ്യാനുള്ളൊരാഗ്രഹമൊന്നുമല്ല. ഇതിനകത്തേക്ക് ഞാൻ പോകുമ്പോൾ അത് ഏതെല്ലാം വിധത്തിൽ സഭയ്ക്കത് മുതൽക്കൂട്ടാകുന്നു ആ വിധത്തിൽ എനിക്കത് പ്രയോജനപ്പെടുത്തണം. അപ്പോഴും ഉള്ളിൽ ആഗ്രഹം അതായിരുന്നു. അങ്ങനെ ഡോക്ടർ ഹവൽസ് ഒരുപാട് കമ്പൽ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞ് മെത്രാൻ അവിടെ നിന്ന് ഇങ്ങനെ നിരന്തരം കത്ത് വന്നുകൊണ്ടിരുന്നു, ഗീവർഗീസ് അച്ഛനെ ഇങ്ങോട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അവസാനം പിതാവ് തീരുമാനിച്ച് ഗീവർഗീസ് അച്ഛൻ കൽക്കട്ടയ്ക്ക് പോവുക. അങ്ങനെ അനുസരണത്തെ പ്രതി അദ്ദേഹം അതെടുത്തു. അവിടെ ചെന്നൊരു ബെസ്റ്റ് പ്രൊഫസറായിരുന്നു. അച്ഛൻ്റെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സമയത്ത് അച്ഛൻ പറഞ്ഞല്ലോ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. പിന്നീട് വരുന്ന ഒരു 10-20 വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലിങ്ങനെ ഇടും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ വലിയൊരു മിഷനായിരുന്നു. സോക്രട്ടീസ് പറയുന്നത് എന്താണെന്നറിയാം എഡ്യൂക്കേഷനെ കുറിച്ച്? ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ആർജവത്വം, അതിന് വേണ്ടുന്ന ഒരു കപ്പാസിറ്റിയാണ് അവൻ എഡ്യൂക്കേഷനിലൂടെ നേരിടുന്നത്. പിതാവ് അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഏതെല്ലാം വിധത്തിൽ അവരെ വളർത്താവോ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. നമുക്കറിയാം, ഇവിടെ സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്. സ്കൂള് ഏഷ്യയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. പിതാവ് തുടങ്ങി വെച്ച ആ ഒരു വിഷൻ മാറാതെ ഇന്നും സഭ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു 4 സിംബൽസ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? സുവിശേഷങ്ങളുടെ സിംബല്. ഇത് ഏത് സിംബൽ? ഇത് ആരാ? ഇത് മനുഷ്യൻ. മത്തായിയുടെ സുവിശേഷത്തിന്റെ സിംബലാണ് മനുഷ്യൻ, ഇല്ലേ? രണ്ടാമത്തെ സുവിശേഷം ഏതാ? മർക്കോസിന്റെ സുവിശേഷത്തിന്റെ സിംബൽ ഏതാ? സിംഹം. ഇതേ കണ്ടില്ലേ? അപ്പോൾ മൂന്നാമത്തെ ഗോസ്പൽ ഏതാ? സുവിശേഷം ഏതാ? ലൂക്കയുടെ സുവിശേഷത്തിന്റെ സിംബൽ ഏതാ? കാള. കാളയുടെ സ്റ്റാച്യു നമുക്കിവിടെ കാണാം. നാലാമത്തെ സുവിശേഷം ഏതാ? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സിംബൽ ഏതാ? കഴുകൻ. കണ്ടോ? ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പോവുക. ആരാന്നറിയാവോ? അതായത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മോർ ആൻഡ് മോർ ബസേലിയോസ് കാർഡിനൽ ക്ലീമിസ് കാതോലിക്ക ബാവ. ഒരു പക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇത്രയും വിശിഷ്ടമായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ ഇതൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു അവസരമാണ് കർത്താവ് വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് തന്നത്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിതാവ്, ഞങ്ങൾ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതം പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. പിതാവിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ഇവരോട് പങ്കുവയ്ക്കാൻ, ഇവാനിയോസ് തിരുമേനിയെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ള കാര്യം ഒന്ന് പറയാം. മാർ ഇവാനിയോസ് തിരുമേനി എന്ന നമ്മുടെ നാട്ടിൽ ജനിച്ച, വളർന്ന, പഠിച്ച, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച അപൂർവമായൊരു വ്യക്തിത്വമാണ്. തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു.
കത്തോലിക്കാ സഭയിലെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെന്ന അപ്പസ്തോലിക സഭയുടെ ആദ്യത്തെ അധ്യക്ഷനായി, തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രബോധനം അറിയിക്കുവാൻ പരിശ്രമിച്ച് ഈ അനന്തപുരിയിൽ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത് ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയാണ് മാർ ഇവാനിയോസ് തിരുമേനി. സറാംപൂർ യൂണിവേഴ്സിറ്റി കൽക്കട്ടയിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. അതിനു മുമ്പ് കോട്ടയത്ത് MD സെമിനാരി ഹൈസ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരുന്ന വലിയ പ്രചോദനം, അതായത് അപ്പസ്തോലൻ സ്ഥാപിച്ച സഭ നിർജീവമായിരിക്കാൻ പാടില്ല, അതെല്ലായിടത്തും ചലനമുണ്ടാക്കണം. സറാംപൂരിലെ പ്രൊഫസർ സ്ഥാനമൊക്കെ രാജിവെച്ച് റാന്നി പെരുന്നാട്ടിലെ മുണ്ടൻ മലയിൽ വന്ന് തിരുമേനി ഒരു സന്യാസ പ്രസ്ഥാനം തുടങ്ങി. തിരുമേനി തുടങ്ങിയപ്പോൾ മഹാത്മജിയുടെ ആശ്രമത്തിൽ പോയി പഠിച്ചു. ടാഗോറിൻ്റെ ആശ്രമത്തിൽ തിരുമേനി പോയി പഠിച്ചു. ഹൈന്ദവ ആശ്രമങ്ങളിൽ പലയിടത്തും തിരുമേനി പോയി പഠിച്ചു. ക്രിസ്തീയമായ ഒരു സന്യാസാശ്രമം തിരുമേനി സ്വപ്നം കണ്ടു. അതുകൊണ്ട് കാഷായ വസ്ത്രം, തടിക്കുരിശ് ചരടിൽ കോർത്തിണക്കി കഴുത്തിൽ ധരിച്ചു. ചട്ടിയിൽ ഭക്ഷണം കഴിച്ചു. ധർമ്മം ചോദിച്ച് ഉപജീവനം നടത്തി. കൃഷിയിടത്ത് സന്യാസിമാർ കൃഷി ചെയ്തു. നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ സന്യാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തിരുമേനിക്ക് ഒരു കാര്യം കൂടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. വിരക്തിയുള്ള ജീവിതം, ഡിറ്റാച്ച്മെൻറ്റ് അല്ലേ, അതുമാത്രം പോരാ, മിഷണറി ആകണം. എന്നുവെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള പ്രേക്ഷിത സ്വഭാവമുള്ള ആളായിട്ട് മാറണം. അപ്പോൾ സന്യാസി ആയതുകൊണ്ട് മാത്രമല്ല, മിഷണറി ആകണം. അതിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ബലപ്പെട്ട തിരുമേനി മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലായി, സഭയുടെ ഒരു പ്രാദേശിക ബന്ധം മാത്രം പോരാ, സാർവത്രിക സഭയുടെ ബന്ധം വേണം. കർത്താവ് സ്ഥാപിച്ച സഭയുടെ ബന്ധം വേണം. കർത്താവ് സ്ഥാപിച്ച സഭ ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവും. ഈ സ്വഭാവങ്ങളെല്ലാം ചേർന്ന സഭ കത്തോലിക്ക തിരുസഭയാണെന്ന് തിരുമേനിക്ക് ബോധ്യമായി. പഠിച്ചു, പ്രാർത്ഥിച്ചു, ആലോചിച്ചു, പരിശുദ്ധാത്മാവിനോട് അന്വേഷിച്ചു, തീരുമാനമെടുത്തു. അപ്പോൾ താൻ പടുത്തുയർത്തിയ 400 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷിയും കൃഷിയിടവും അവിടുത്തെ ആശ്രമവും എല്ലാം ഉപേക്ഷിച്ച് മല മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് സന്യാസിമാർ ചിലർ ചോദിച്ചു, നമ്മുടെ കാര്യം എങ്ങനെയാണ്? അപ്പോൾ തിരുമേനി പറഞ്ഞു, ദൈവം നോക്കിക്കും. പിതാവേ, ഒത്തിരി നന്ദി തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് തന്ന ഈ ഒരു വലിയ അവസരത്തിന്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? നമ്മളിപ്പോൾ പോകുന്നത് പട്ടം സെയിൻറ്റ് മേരീസ് കത്തീഡ്രലാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കത്തീഡ്രലിൻ്റെ മുന്നിലെത്തി. ഇത് നോക്കേ, പള്ളി എന്ത് രസമല്ലേ, പഴയ മോഡലിലെ പള്ളി അല്ലേ? ബെഥനി സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസാണ്. അതായത് നമ്മുടെ ഇവാനിയോസ് തിരുമേനി ആദ്യമായിട്ട് സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ, ദ സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അപ്പം പിതാവ് ഈ പേര് നിശ്ചയിച്ചെങ്കിലും പിതാവിന് ഒരു ദിവസം ഇങ്ങനെ തോന്നി, എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പേര് വേണം. അങ്ങനെ പിതാവ് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ബൈബിൾ തുറന്നപ്പോൾ ഒരു ഭാഗം കിട്ടി. അതിൽ ബെഥനി എന്ന പേരുള്ളൊരു ഭാഗം. ബൈബിളിൽ എവിടെയായി ബെഥനി പറയുന്നത്? ഈശോ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ വീട്ടിലുള്ള ആളുകളുമായിട്ട് ഈശോയ്ക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്.
അങ്ങനൊരു വീട്. ആരുടെ വീടാ? ലാസറിന്റെ വീട്. ഓക്കെ. അപ്പം അതായത് ബഥനി എന്ന പേര് പിതാവ് കൊടുക്കുമ്പോൾ പിതാവിൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ശരിക്കും ഈശോ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടം. ബഥനിയിലെ ലാസറിൻ്റെ ഭവനം അങ്ങനെയായിരുന്നു. ഈശോ അവിടെ പോയി അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തു, ഭക്ഷണം കഴിച്ച്. അവർക്ക് ഈശോയെ ഭയങ്കര സ്നേഹമായിരുന്നു, ഈശോയ്ക്കും തിരിച്ചു. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവരുടെ ഭവനം, അതാണ് ഈ പേര്, നാടൻ പേര് വരാനുണ്ടായ കാര്യം. വാ. ഇത് മ്യൂസിയം. ഇവാനിയോസ് തിരുമേനി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് കണ്ടോ, എന്താ ഇത്? ലോഹം അല്ലേ? പിതാവ് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രമാണിത്. ഇത് ആരുടെ സ്റ്റാച്യുവാ? കൊച്ചുത്രേസ്യ ആരാ? യെസ്, മിഷണറിമാരുടെ മധ്യസ്ഥയാണ് അല്ലേ? അപ്പോൾ ഇവാനിയോസ് തിരുമേനി വളരെയധികം കൊച്ചുത്രേസ്യയോട് മാധ്യസ്ഥം ചോദിക്കുമായിരുന്നു. കൊച്ചുത്രേസ്യയുടെ സഹോദരി ആഗ്നസിന് സിസ്റ്ററായിരുന്നു, കത്തെഴുതിയിരുന്നു ഇങ്ങനെ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം ചോദിച്ചപ്പോൾ അവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ പിതാവിൻ്റെ പ്രെയർ റിക്വസ്റ്റൊക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് അയച്ചു കൊടുത്ത സ്റ്റാച്യു ആയിരുന്നു. ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലങ്കരയിലെ പിതാക്കന്മാർ ബിഷപ്സിൻ്റെ തലയിലൊരു ഇങ്ങനൊരു കെട്ട് കണ്ടിട്ടുണ്ടോ? അതാണ്, അത് സന്യാസത്തിൻ്റെ മുഖപ്രകാശ തിരുമുടി എന്നാണ് അതിന് പറയുന്നത്. ഇത് കണ്ടോ, നമ്മൾ വെസ്റ്റ്മിൻസ്റ്റർ പിതാവ് നമ്മൾ ലോഹയുടെ പുറത്തൂടെ കൊണ്ടിരുന്ന കാപ്പയില്ലേ, പിതാവ് ഉപയോഗിച്ചിരുന്നതാണ് ഇത്. കണ്ടോ, പിതാവ് സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അതാണ് കോൺഗ്രിഗേഷൻ്റെ പേര്. അപ്പോൾ അതിൽ ആദ്യത്തെ സിസ്റ്റേഴ്സാണ് 10 പേര്. പഴയ രീതിയിലുള്ള ഡ്രസ്സിങ്. കുരിശ് ശ്രദ്ധിച്ചോ, മരക്കുരിശ്. പിതാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കുരിശിനോടൊരു പ്രത്യേക ഭക്തി, ആ ഒരു ഡിവോഷൻ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സിന് ആ സിംപ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് മരക്കുരിശാണ് വലിയ, ഇപ്പോഴും സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, മരക്കുരിശാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, എന്താ ഇത്? ലെറ്റേഴ്സ്. ഇത് ഇവാനിയോസ് പിതാവിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങാണ്. കണ്ടോ, ഇത് ഇംഗ്ലീഷ്, മലയാളം. അച്ഛൻ ഭാരമായ നോളജുള്ള ആളായിരുന്നു. സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് തന്നെ സാക്രമെൻസിനെ കുറിച്ച്, കൂതാശകളെക്കുറിച്ച് കുറേ ടീച്ചിങ്സൊക്കെ ഉണ്ടായി. ക്ലാസ്സസ് എടുക്കുമായിരുന്നു, പുസ്തകങ്ങളൊക്കെ എഴുതുമായിരുന്നു. അപ്പം കൂതാശ ചെമ്മാശൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? നമ്മളിപ്പോൾ സിറ്റിയുടെ നടുക്കാൻ നിൽക്കും. നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് പാളയത്തേക്കാണ്. പാളയത്തെ ഒരു പള്ളി സന്ദർശിക്കാൻ പോവുകയാണ്. പള്ളിയുടെ പേര് ഇതാണ്, സമാധാന രാജ്ഞിയുടെ പള്ളി. അതായത് ആഗോള സഭയിലെ സമാധാന രാജ്ഞിയുടെ നാമധേയത്തിലുള്ള ഏക പള്ളി. ഈ പള്ളി വന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതായത് മലങ്കര സഭ കത്തോലിക്ക സഭയിലേക്ക് ചേരാൻ തീരുമാനമായി റോമിൽ നിന്ന് മാർപ്പാപ്പ അനുവാദം കൊടുക്കുകയാണ് പുതിയ രൂപതയ്ക്ക് വേണ്ടി. അപ്പോൾ രൂപത ആയി കഴിയുമ്പോഴത്തേക്ക് മെത്രാൻ ഉണ്ടാവണം. അപ്പോൾ ഇവാനിയോസ് തിരുമേനിയെ മെത്രാനായിട്ട് വാഴിക്കണേ പള്ളി വേണ്ടേ? അപ്പോൾ ഈ സമയത്താണ് അദ്ദേഹം ധാരാളം പ്രാർത്ഥിച്ചു. അപ്പോൾ പോംപിഡോർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ, പൂട്ടിക്കിടന്നൊരു തിയേറ്റർ വിലയ്ക്ക് വാങ്ങി അത് പൊളിച്ച് അത് റിനോവേഷനൊക്കെ നടത്തി അത് പള്ളിയായിട്ട് രൂപപ്പെടുത്തി. തകരപ്പള്ളി എന്നാണ് അന്നത്തെ കാലത്ത് അത് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് ഇവാനിയോസ് തിരുമേനിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. മലങ്കര സഭയുടെ ആദ്യത്തെ പള്ളിയാണത്. പിന്നീട് നമുക്കറിയാം, ആൻറ്റി നേരത്തെ പറഞ്ഞു ഇവാനിയോസ് തിരുമേനിക്ക് മാതാവിനോടുണ്ടായിരുന്ന ഡിവോഷൻ. ശരിക്കും ആ നാമധേയത്തിൽ തന്നെ ആ പള്ളി വെച്ചതിൻ്റെ പിന്നിലും ഈ സമാധാനം ഇല്ലാതെ അലയുന്ന ആളുകളെ എല്ലാം മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക എന്നൊരു ഇൻറ്റൻഷൻ കൂടി ഉറപ്പായിട്ടും ഇവാനിയോസ് തിരുമേനിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നിരിക്കും. നമുക്ക് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവാനിയോസ് തിരുമേനിയുടെ കബറിടം സന്ദർശിക്കാനാണ്. ഇതിൻ്റെ ഉള്ളിലാണ് കബറിടം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഈ കബറിടത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യമൊന്ന് പറയാനുള്ള ഇതാണ്. സാധാരണ എല്ലാവരും മരിച്ചു കഴിഞ്ഞല്ലേ കബറിടമൊക്കെ കെട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഇവാനിയോസ് തിരുമേനിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു.
പിതാവ് മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ കബറിടം പണി കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ചമ്മാശന്മാരുടെ തോളെ പിടിച്ച് വടിയും കുത്തി ഈ കബറിടത്തിൻ്റെ അടുത്ത് വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് എല്ലാവരോടും പറയും, ഞാൻ അന്ത്യവിശ്രമം കൊള്ളേണ്ട സ്ഥലമായത്, ഇവിടെയാണ് നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് അടക്കേണ്ടതെന്ന്. അപ്പോൾ ശരിക്കും ഈ മരണമെന്ന് പറയുന്നത് ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം അവസാനിച്ചൊരു റീബേർത്താണ്, സ്വർഗത്തിലേക്കുള്ള ജനനമാണ് നമ്മുടെ മരണം. ഇവാനിയോസ് തിരുമേനിക്ക് ആ ഒരു പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ വളരെ ആഴത്തിലുണ്ടായിരുന്നു. അത്രമാത്രം മരണത്തിന് മുമ്പ് അദ്ദേഹം ഒരുങ്ങിയിരുന്നു. സ്വർഗീയ വസതിയിലേക്ക് പോകാനായിട്ട് എല്ലാ തരത്തിലും പ്രാർത്ഥിച്ചുമൊക്കെ അദ്ദേഹം ഒരുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ആ മരിച്ചു കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സ്ഥലത്തെ നേരത്തെ ഒരുക്കി, അതിനുവേണ്ടി തനിയെ ഒരുങ്ങി എല്ലാവരെയും പറഞ്ഞ് ഒരുക്കിയിരുന്നു. നമുക്കിനി കബറിടത്തിനടുത്തേക്ക് പോവാം. ഇവാനിയോസ് പിതാവിൻ്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഈ മരണസമയം അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയായിരുന്നു. ആ മരിക്കുന്നതിന് മുമ്പ് അടുത്ത് നിന്നവരോട് പറഞ്ഞു, 2 ക്രൂശിത രൂപം നിങ്ങൾ എൻ്റെ 2 വശത്തും വെക്കണം. കാരണം ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഈശോയെ കണ്ടുകൊണ്ട് വേണമായിരിക്കാൻ. എൻ്റെ കണ്ണടയുന്നത് വരെ നിങ്ങൾ ജപങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം, ജപങ്ങൾ മുടക്കരുത് എന്ന് പറഞ്ഞു. അതനുസരിച്ച് ചുറ്റും 15 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മറ്റ് പല ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. വളരെ ശാന്തമായിട്ട് ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഒരു ബലിയായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ശാന്തമായിട്ട് പിതാവ് സ്വർഗസമ്മാനത്തിലേക്ക് യാത്രയായി. പിന്നീട് പിതാവിൻ്റെ മരണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലങ്കര സഭയിലെ ആദ്യത്തെ മെത്രാനായിരുന്നു, ആർച്ച് ബിഷപ്പായിരുന്നു. അപ്പം സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആർച്ച് ബിഷപ്പിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്ന് അറിയത്തില്ല. ഇതെല്ലാം പിതാവ് നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ചിരുന്നു. ഇന്ന രീതിയിലായിരിക്കണം, കുന്തിരിക്കം ഇത്ര അളവുണ്ടാവണം, അങ്ങനെ എല്ലാം വളരെ നേരത്തെ പ്രിപ്പയർഡായി എഴുതി എല്ലാം. അതായത് പിന്നീട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ സംസ്കാര ശുശ്രൂഷകളെല്ലാം നടത്താനായിട്ട് ബാക്കിയുള്ളവർക്ക് വളരെ ഈസിയായിട്ട് സാധിച്ചു. പിന്നീട് പിതാവിൻ്റെ കബറിടത്തിൽ കൂടാതെ 2 പിതാക്കന്മാരുടെ കബറിടം കൂടിയുണ്ട്. ഇത് സിറിൽ മാർ ബസേലിയോസ് ആർച്ച് ബിഷപ്പായിരുന്നു പിതാവിൻ്റെ കബറിടം. ഇത് ഗ്രെഗോറിയോസ് പിതാവിൻ്റെ. ഓ എൻ്റെ സമാധാനത്തിനുള്ള ചെറിയ ഭവനമേ, നിന്നിൽ ഞാൻ സമാധാനത്തോടെ നിദ്ര കൊള്ളട്ടെ, നിത്യാനന്ദത്തോടെ ഉണരുകയും ചെയ്യട്ടെ. ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനി മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പേ കബറിടത്തിൽ പോയി ചൊല്ലിയ ചെറിയ പ്രാർത്ഥനയാണിത്. സുഹൃതങ്ങൾ കൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതം നിങ്ങൾക്കേവർക്കും വലിയ പ്രചോദനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നന്ദി. ബൈ.